എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ. ഇന്ന് ഞാൻ നമ്മുടെ കോട്ടക്കലെ ഓഫ്ലൈൻ സെന്ററിൽ ക്ലാസ്സിലായിരുന്നു. ക്ലാസ്സിലായിരുന്ന സമയത്ത് ആക്ച്വലി ഇന്ന് അവർക്ക് ജനറ്റിക്സിന്റെ റിവിഷനാണ് നടന്നുകൊണ്ടിരുന്നത്. 12 സ്റ്റുഡൻസിന്റെ റിവിഷൻ ആയിരുന്നു. 12 സ്റ്റുഡൻസിന്റെ റിവിഷനകത്ത് പോയി കഴിഞ്ഞ സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ലൈക്ക് റിവിഷൻ വരുന്ന സമയത്ത് അവർ വേറെ ബുക്കും കൊണ്ടാ വരുന്നത്, വേറെ നോട്ട്, വേറെ സാധനങ്ങൾ കൊണ്ടാ വരുന്നത്. എന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ സാർ പറഞ്ഞു ഞാൻ പുതുതായിട്ട് എഴുതിയെടുക്കാം എന്നുള്ള രൂപത്തിൽ. അത് എല്ലാ കുട്ടികളോടും പറയാനുള്ള കാര്യമാണ്. റിവിഷൻ ഇനി മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ നോട്ട് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. ഭയങ്കര കച്ചറയാക്കി എഴുതിയ നോട്ടായിരിക്കും. ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ബട്ട് ട്രസ്റ്റ് മീ വിത്ത് ദിസ് തിങ്, നിങ്ങളുടെ നോട്ടാണ് നിങ്ങൾക്ക് വാല്യൂ തരുന്ന സാധനം. വേറെ ഒരു സാധനവും വാല്യൂ തരില്ല. എന്നെക്കാൾ നല്ല നോട്ട് ആഷിഖ് സാർ ഇപ്പൊ എഴുതി വയ്ക്കുക. ആഷിഖ് സാറിന്റെ നോട്ടല്ല, ഞാൻ മോശമായിട്ട് എഴുതിയ എന്റെ നോട്ടിലാണ് എനിക്ക് കൂടുതൽ റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ കാണാൻ ഭംഗിയുള്ള നല്ല നോട്ട് എന്നുള്ള രൂപത്തിലേക്കല്ല, നിങ്ങൾ ക്ലാസ് കേട്ടതിന്റെ എന്തെങ്കിലും പോയിന്റ് അതിൽ ഉണ്ടാവും. അപ്പൊ അത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ അതാണ് നമ്മൾ അത് എഴുതുന്ന സമയത്ത് ഒരു സാറ് ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ വാക്കുകളോ സാധനങ്ങളോ ആ സിറ്റുവേഷൻസ് സാധനങ്ങളൊക്കെ അത് ആക്ച്വലി എന്ന് വെച്ചാൽ ഇതൊരു മെമ്മറി, ഒരു കണക്റ്റഡ് മെമ്മറീസ് ഉണ്ടാവുക. ഇത് നമ്മൾ എഴുതുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ക്ലാസ്സിൽ ഇരുന്ന ഒരു ഓർമ്മ സാധനങ്ങളുണ്ട്, അവിടെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സാധനം.